കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കൊരു ബമ്പർ ശമ്പള വർധനവ് വരാൻ പോകുന്നുണ്ടോ? അതും സാധാരണ പ്രതീക്ഷിക്കുന്നതിലും ഒരുപാട് മുൻപേ? ചില പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് വരാനിരിക്കുന്ന ബജറ്റിൽ ഒരു വലിയ സർപ്രൈസ് ഉണ്ടാകുമെന്നാണ്. എന്താണിതിനു പിന്നിലുള്ള കാര്യങ്ങൾ എന്ന് നമുക്കൊന്ന് വിശദമായി നോക്കാം. അതായത്, സാധാരണ ശമ്പളം കൂടുന്നതിനെപ്പറ്റി ആലോചിക്കുമ്പോൾ എല്ലാവരും ശമ്പള കമ്മീഷനെയാണ് കാത്തിരിക്കാറ്, അല്ലേ? എന്നാൽ ആ ഒരു പതിവ് തെറ്റിച്ചുകൊണ്ട് അതിനു മുൻപേ ഒരു വലിയ വർധനവുണ്ടാകുമോ? ഇതാണിപ്പോ എല്ലാവരും ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം. സത്യം പറഞ്ഞാലേ, കേന്ദ്ര സർക്കാർ ജീവനക്കാരും പെൻഷൻകാരും വർഷങ്ങളായിട്ട് ഒരൊറ്റ കാര്യത്തിനാണ് കാത്തിരിക്കുന്നത്: അടുത്ത ശമ്പള കമ്മീഷൻ വരാൻ. നിങ്ങൾക്കറിയാമല്ലോ, ഓരോ 10 വർഷം കൂടുമ്പോഴും ശമ്പളം പുനർനിർണയിക്കുന്ന ഈ രീതി എല്ലാവർക്കും വളരെ പരിചിതമാണ്. ഇനി ഈ ശമ്പള കമ്മീഷൻ എന്താണെന്നൊരു പക്ഷെ അറിയാത്തവരുണ്ടാകും, അല്ലേ? അവർക്കായിട്ട് പറയാം. ഇത് സർക്കാർ നിയമിക്കുന്ന ഒരു പ്രത്യേക സമിതിയാണ്. ജീവനക്കാരുടെ ശമ്പളം, അലവൻസുകൾ, മറ്റാനുകൂല്യങ്ങൾ ഇതൊക്കെ കാലത്തിനനുസരിച്ച് മാറ്റേണ്ടതുണ്ടോ എന്ന് പഠിച്ച് ശുപാർശ നൽകുകയാണ് ഇവരുടെ ജോലി. ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതത്തെ നേരിട്ട് ബാധിക്കുന്ന ഒരു തീരുമാനമാണിത്. എല്ലാവരും പ്രതീക്ഷിക്കുന്നത് 8ാം ശമ്പള കമ്മീഷൻ ഈ വർഷം വരുമെന്നും അതോടെ ശമ്പളം വർദ്ധിക്കുമെന്നുമാണ്. ഇതുവരെ എല്ലാവരും കരുതിയിരുന്നത് ഇങ്ങനെയാണ്. പക്ഷെ ഒന്ന് ആലോചിച്ചു നോക്കൂ, ഈ നീണ്ട കാത്തിരിപ്പിനൊക്കെ ഒരു വിരാമമിട്ടുകൊണ്ട് ആ സന്തോഷവാർത്ത അങ്ങ് നേരത്തെ എത്തിയാലോ? അതെ, ആ സാധാരണ സമയക്രമത്തെ തന്നെ മാറ്റിമറിച്ചേക്കാവുന്ന ഒരു പുതിയ സാധ്യതയെക്കുറിച്ചാണിപ്പോൾ എല്ലായിടത്തും ചർച്ചകൾ നടക്കുന്നത്. പുതിയ റിപ്പോർട്ടുകൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, സർക്കാർ ഒരുപക്ഷെ ശമ്പള കമ്മീഷനു വേണ്ടി കാത്തുനിൽക്കാതെ മറ്റൊരു വഴിയിലൂടെ ഒരു വലിയ പ്രഖ്യാപനം നടത്താൻ തയ്യാറെടുക്കുന്നു എന്നാണ്. അപ്പോ നമ്മുടെ മുന്നിലിപ്പോ 2 സാധ്യതകളാണ് തെളിഞ്ഞുവരുന്നത്. ഒന്ന്, നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്ന പോലെ 8ാം ശമ്പള കമ്മീഷൻ വന്ന് ശമ്പളം പരിഷ്കരിക്കുന്നത്. എന്നാൽ രണ്ടാമത്തെ സാധ്യതയാണ് ഇപ്പോൾ ചൂടേറിയ ചർച്ചയാകുന്നത്. അതായത് 2026 കേന്ദ്ര ബഡ്ജറ്റില് ഒരു അപ്രതീക്ഷിത പ്രഖ്യാപനത്തിലൂടെ ശമ്പളം വർദ്ധിപ്പിക്കുക. ഇത് നടക്കുകയാണെങ്കിൽ അത് ശരിക്കും ഒരു വലിയ മാറ്റം തന്നെയായിരിക്കും. ഇതിന്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാല്, അടുത്ത ശമ്പള കമ്മീഷൻ രൂപീകരിക്കുന്നതിനും അവരുടെ ശുപാർശകൾ വരുന്നതിനും അതൊക്കെ നടപ്പിലാക്കുന്നതിനും വേണ്ടി കാത്തുനിൽക്കാതെ തന്നെ ജീവനക്കാരുടെ കയ്യിൽ കൂടുതൽ പണമെത്താൻ ഇത് സഹായിച്ചേക്കാം. നമ്മളിവിടെ സംസാരിക്കുന്നത് അടിസ്ഥാന ശമ്പളത്തിന്റെ കാര്യം മാത്രമല്ല കേട്ടോ. അതിനപ്പുറം മറ്റു പല ആനുകൂല്യങ്ങളും ഈ പാക്കേജിന്റെ ഭാഗമായി വന്നേക്കാം. അതാണ് ഈ വാർത്തയെ കൂടുതൽ ആവേശകരമാക്കുന്നൊരു ഘടകം. അതായത്, ശമ്പളം കൂടാതെ വീട്ടുവാടക അലവൻസ് അഥവാ HRA, പിന്നെ ലീവ് ട്രാവൽ അലവൻസ് അഥവാ LTA, ഇതിലൊക്കെ ചിലപ്പോൾ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. ഇതിന്റെയൊക്കെ ലക്ഷ്യം വളരെ വ്യക്തമാണ്: ശമ്പളം വാങ്ങി ജീവിക്കുന്നവർക്കും മധ്യവർഗത്തിനും ഒരു വലിയ സാമ്പത്തിക ആശ്വാസം നൽകുക. പക്ഷെ നമ്മളൊരു പ്രധാനപ്പെട്ട കാര്യം മനസ്സിൽ വെക്കണം. ഈ പറയുന്നതൊക്കെ ഇപ്പോഴും ചില റിപ്പോർട്ടുകളെയും അഭ്യൂഹങ്ങളെയും മാത്രം അടിസ്ഥാനമാക്കിയുള്ളതാണ്. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു ഔദ്യോഗിക സ്ഥിരീകരണം ഇതുവരെ വന്നിട്ടില്ല. അതുകൊണ്ട് നമുക്ക് പ്രതീക്ഷകളൊക്കെ നിലനിർത്താം. അതുകൊണ്ടുതന്നെ ഈ വിഷയത്തിൽ കൂടുതൽ വ്യക്തത കിട്ടാൻ എല്ലാവരും ഇപ്പോൾ ഉറ്റുനോക്കുന്നത് ഒരൊറ്റ കാര്യത്തിലേക്കാണ്: 2026 വരാനിരിക്കുന്ന കേന്ദ്ര ബജറ്റ്. ആ ബജറ്റ് പ്രഖ്യാപനത്തിലായിരിക്കും ഇതിന്റെയൊക്കെ ഭാവി എന്താകുമെന്ന് നമുക്കറിയാൻ കഴിയുക.